കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള ദൈവമക്കളെ, പരിശുദ്ധ അമ്മ ഒരു വീട്ടിൽ വന്നാൽ ആ വീട് പ്രത്യേകമായി ഒരു വലിയ മാറ്റത്തിന് കാരണമാകുന്നു എന്നുള്ളതാണ്. എലിസബത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മൂകരായ ഒരവസ്ഥ ആ വീട്ടിലുണ്ട്. സക്കറിയ സംസാരിക്കുന്നില്ല. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ, പറയാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സക്കറിയ ആ വീട്ടിലേക്ക് വന്നപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. സന്തോഷത്താൽ ആ ശിശു കുതിച്ചു ചാടി. വാർദ്ധക്യത്തിൽ അവളെ സഹായിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. ആ വീടൊരു ആനന്ദമായി, അത് അനുഗ്രഹമായി. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ എലിസബത്ത് സ്തുതിക്കുവാൻ തുടങ്ങി. ആ വാർദ്ധക്യത്തിൽ എലിസബത്ത് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു. ആ വീട് ആനന്ദപ്രദമാകുന്നു. മൂകനായ സക്കറിയ സംസാരിക്കുന്നു. അമ്മ കാനായിലെ കല്യാണ വീട്ടിൽ വരുന്നു. അത് ദുഃഖത്തിൻ്റെ ഒരു വലിയ പരിതാപകരമായൊരവസ്ഥയിലേക്ക് കടന്നു വരുന്ന ആ ഭവനത്തെ സന്തോഷത്തിൻ്റെ ഒരു ഭവനമായി മാറ്റുന്നത് അമ്മയുടെ സാന്നിധ്യം തന്നെയാണ്. പേടിച്ചേരേണ്ട സ്ലീഹന്മാർക്ക് അഭയം നൽകി ധൈര്യപ്പെടുത്തുന്ന സാന്നിധ്യം അമ്മയുടേതാണ്. അമ്മ കടന്നു ചെല്ലുന്ന വീടുകൾക്കൊരു മാറ്റം ഉണ്ടാകും. നമ്മുടെ വീടുകളിൽ അമ്മമാരാണ് കുടുംബത്തെ അനുഗ്രഹമായി മാറ്റുക. നമുക്ക് ജന്മം നൽകിയ നമ്മുടെ അമ്മ നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകുന്നത് തന്നെ എന്തൊരു അനുഗ്രഹമാണ്. ആ അമ്മ ഒരു വിളക്കാണ്, അനുഗ്രഹമാണ്. ദൈവത്തെ ഭവനത്തിലേക്ക് വിളിച്ച് ഇറക്കിക്കൊണ്ടുവരുന്നൊരമ്മ, സൂക്ഷിക്കുന്ന എല്ലാവരെയും സ്നേഹത്തിൽ സൂക്ഷിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നൊരമ്മ. അപ്പോൾ ഈ പരിശുദ്ധ അമ്മ നമ്മുടെ വീട്ടിലുണ്ടായാൽ നമ്മുടെ വീടും പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിപ്പിക്കും. അതുകൊണ്ട് നമുക്കൊരു മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മൾ അമ്മയോട് പ്രാർത്ഥിക്കണം. അമ്മ ഈശോയെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരും. ഈശോയെ കൊണ്ടുവരുന്ന അമ്മ ഒരിക്കലും ഒറ്റയ്ക്കല്ല. അമ്മ ഈശോയെ കൊണ്ടുവരും. അല്ലെങ്കിൽ അമ്മ പരിശുദ്ധാത്മാവിനെ തരാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പരിശുദ്ധ അമ്മ വന്നപ്പോൾ ആ വീടിനൊരു മാറ്റം ഉണ്ടായതുപോലെ ഞങ്ങളും ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ വീടുകളിലും എല്ലാം വലിയ മാറ്റങ്ങളുണ്ടാകാൻ ഞങ്ങളുടെ അമ്മമാർക്ക് ഒരു പ്രത്യേക ഒരു കൃപ, പ്രത്യേകിച്ചും ജീവിത പങ്കാളി മക്കളിൽ എല്ലാം ഞങ്ങളിൽ ഓരോരുത്തരിലും ഈ പരിശുദ്ധ അമ്മ വന്നു കഴിഞ്ഞാൽ ഒരു മാറ്റമുണ്ടാകുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ നിറയാൻ, ഈശോയാൽ ശക്തിപ്പെടുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കൃപയ്ക്കായി ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്നു. കാൽവരിയൻ സ്നേഹമോർക്കുമ്പോൾ കൺകൾ നിറയുന്നെൻ്റെ പ്രിയനേ, നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എൻ്റെ നാവാൽ ചൊല്ലിടുവാനായി, സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എൻ്റെ നാവാൽ ചൊല്ലിടുവാനായി. നിത്യസ്നേഹമോർക്കുമ്പോൾ, വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ, വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.